ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനും എൻ്റെ അമ്പൂസും കൂടെ മുണ്ടക്കയത്തോട്ടങ്ങ് ഇറങ്ങി കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഞാൻ അമ്പൂസിനോട് പറഞ്ഞു, അമ്പൂസെ പാടാം നമുക്ക് മുണ്ടക്കയത്തോട്ട് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു ചായ കുടിച്ചേക്കാമെന്ന് പറഞ്ഞു. ഇതാകട്ടെ ഞങ്ങളുടെ മുണ്ടക്കയം ബൈപ്പാസ്. ഈ ബൈപ്പാസിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കാണുന്നതാണ് മണിമലയാറ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ബസ് ഷൈബു. ചെറുക്കൻ ഇങ്ങനെ നാട്ടിലോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ഏതൊക്കെയോ മീനിൻ്റെ പേരുകൾ പറഞ്ഞു. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എൻ്റെ ഒക്കെ കാണാൻ കേട്ടോ. അവനിങ്ങനെ അറുമന്തിക്കോ ഇതാക്കടെ. ഞാൻ അന്നേരം ക്യാമറയിൽ വെട്ടം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. ചുമ്മാ ഒന്ന് വീഡിയോ പിടിക്കുക. അറിയത്തില്ല, എങ്കിലും ചുമ്മാ ശ്രമിക്കുക. അവൻ നല്ല ഹാപ്പി. വെക്കേഷനൊക്കെ തീരാറായി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നമുക്കൊന്ന് പോകാമെന്ന്. ഈ ബൈപ്പാസിൻ്റെ ലാസ്റ്റ് ഒരു ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു ചായ കുടിക്കണം. അതാണ് മെയിൻ ലക്ഷ്യം. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് അപ്പുറത്ത് ഈ ആറിൻ്റെ അപ്പുറ സൈഡിൽ ഒരു ചേട്ടന് ഒരു കുഞ്ഞി ചെറുക്കനും കൂടെ വെള്ളത്തിൽ കിടന്ന് അറുമാത്തേക്കുക. അത് കണ്ട നമ്മുടെ ചെറുക്കനങ്ങ് ഹാപ്പിയായി. അവനിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ പയ്യെ ബൈപ്പാസിൽ കൂടെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ പിടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പണ്ട് റോഡിൻ്റെ അപ്പുറത്തൂടെ ചേട്ടൻ മറ്റേ പരിചയക്കാർ കൂട്ടുകാർ കൂകിയിട്ടൊക്കെ പോകുന്നു. പയ്യെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചെറുക്കൻ പയ്യെ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നേരത്തെ എന്തോ അവനിങ്ങനെ നോക്കുന്നതെന്ന് ഞാനും പയ്യെ ശ്രദ്ധിച്ചു തുടങ്ങി. കൊച്ചു പയ്യന നോക്കിയ കുഞ്ഞി ചെറുക്കന. അവനാ വെള്ളത്തിൽ കിടന്ന് അറുമാതിക്കുക. മുങ്ങാങ്കുഴി ഇടുന്നു, ചാടുന്നു, ഭയങ്കര പരിപാടി. നമ്മുടെ അമ്പൂസ് അതിങ്ങനെ നോക്കി നിന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ പോർക്കുന്നുണ്ടായിരിക്കും അവനും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പാവം എൻ്റെ ചെറുക്കനെ നീന്തറിയില്ല കേട്ടോ. അവനതിങ്ങനെ കണ്ട് ആസ്വദിക്കുവാണേ. ഞാൻ അവനെ വിളിച്ച്, എടാ വാടാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ്. അവൻ പിന്നെ ഇത് അക്കരയിലോട്ട് നോക്കി ആ കുഞ്ഞി ചെറുക്കൻ ഇങ്ങനെ വെള്ളത്തിൽ ചാടുന്ന കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി ഇവനെയും കൂടെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. എന്തായാലും ഞാൻ മനസ്സിൽ ഓർത്ത് അധികം വൈകാതെ ചെറുക്കനെ കൂടെ നാറ്റി ചാടിക്കണമെന്ന്. ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്കും കൂടെ ചാടണമെന്ന് ചോദിച്ചു. ചെറിയൊരു നാണം വന്ന് ചെറുക്കന്. എന്നാലും ഇങ്ങനെ പകുതി മനസ്സോടെ ഒന്നും മിണ്ടിയില്ല. മിണ്ടണമെന്നുണ്ട്. പഠനയ്ക്ക് പോയതിൻ്റെ മുട്ടയടിച്ചിട്ടുണ്ട്. മുടിയൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കിന് മുടിയൊക്കെ കിളുക്കുമെന്ന് ആശാൻ പറയുന്നത്. ആശാൻ സ്കൂളിൽ ഇപ്പം മടിയൊന്നുമില്ല കേട്ടോ. അതിലൊക്കെ അവൻ ഹാപ്പിയാണ്. എന്നാലും ചെറുക്കൻ്റെ നോട്ടോ അക്കരെ ചാടി കളിക്കുന്ന കുഞ്ഞി ചെറുക്കനെ തന്നെയാണ്. അവൻ അങ്ങേ അറ്റത്ത് വരെ ഓടുന്നുണ്ട്. ഓടിയിട്ട് അവൻ അടുത്തടുത്ത് കാണാൻ നോക്കുക. ആ ചെറുക്കൻ ആറ്റിക്കിടന്ന് തന്നെ കാണിക്കുന്നതെന്ന്. പാവം, നീന്താൻ പഠിക്കണ്ടേ. നമ്മുടെ ചെറുക്കനെ നീന്തറിയത്തില്ലല്ലോ. ഒരു ദിവസം അവനെ ഞാൻ കൊണ്ടുപോകും. അങ്ങനത്തപ്പോൾ എനിക്ക് തോന്നി ഫോണിൽ ഒന്നും കൂടെ പണിതേക്കാന്ന്. അങ്ങനെ കളർ കൂട്ടിയും കുറച്ചൊക്കെ ഞാൻ നോക്കി. വീഡിയോ പിടിക്കാമല്ലേ, കിടക്കട്ടെ ഒരു വെറൈറ്റിക്കുന്നു. ഒന്നും അറിയത്തില്ല, ചുമ്മാ കളർ കൂട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞു, അമ്പൂസേ ഇനി നമ്മളിന്ന് ശരിയാകില്ല, നമുക്ക് സമയം പോകുന്നു, വൈകുന്നേരമാണ്, നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഉടനെ അവൻ പറയുക, അച്ചാച്ചി 10 മിനിറ്റ്. നമ്മളവിടെ ചെന്ന് 2 മിനിറ്റ് പറയുന്ന പോലെ ചെറുക്കൻ പറഞ്ഞു തുടങ്ങി 10 മിനിറ്റ്. പിന്നെ അവൻ ഓട്ടം തുടങ്ങി. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചാച്ചി 10 മിനിറ്റ്. ഞാൻ പറഞ്ഞാൽ ചായ കുടിക്കണ്ടേ. ചായ കുടിക്കാം. അവൻ എവിടെ കിടന്ന കമ്പും കാലൊക്കെ എടുത്ത് ആറ്റിലോട്ട് എറിഞ്ഞ് കളിക്കുന്നു. ശരിയല്ലേ, നമ്മളും ചെറുപ്പത്തിൽ എത്ര കല്ലും കമ്പൊക്കെ എടുത്ത് എറിഞ്ഞേക്കുന്ന വെള്ളത്തിലോട്ട്. അതന്നെ ചെറുക്കനും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതേ നമുക്കിനിയും പോകാം, സമയം ഒരുപാട് പോന്നു, ഞാൻ പോവുക, നീ ഇവിടെ നിന്ന് കല്ലെടുത്തെറിയുവോ കമ്പെടുത്തെറിയുവോ. ആശാൻ പിന്നെ എൻ്റെ മുന്നിൽ കയറി ഓടിയിട്ട് അവിടെ കിടന്ന കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അമ്പുവേ ദേ സമയം ഒരുപാടായി കേട്ടോ, ഞാൻ പോവുകയാണേന്ന് പറഞ്ഞു. ആശാൻ വരുന്ന ലക്ഷണമൊന്നുമില്ല. അവൻ ഭയങ്കര ഹാപ്പി. പിന്നെ അവൻ മുന്നോട്ടൊക്കെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പോ ഇനി നീ ഇവിടെ നിന്നോ, അപ്പോൾ ഓക്കെ ബൈ. ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നു, ഇനിയും കാണാമെന്ന് ഞാൻ പറഞ്ഞു.